കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വായനപക്ഷാചരണമായി സംഘടിപ്പിക്കുന്നത്. ഇക്കാലയളവിൽ താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിരവധി പരിപാടികൾ നടക്കും. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റേതെങ്കിലും ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി കേന്ദ്രീകരിച്ചുകൊണ്ട് കുറെ മുതിർന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനല്ല ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചത്. പുതുതലമുറയെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് കൂടുതലായി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ഇവിടെ ഇതിന് ഭാരവാഹികൾ സൂചിപ്പിച്ചത് തുടർച്ചയിൽ 19 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ താലൂക്കിലെ 65 ലൈബ്രറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതിന് സമാനമായി തന്നെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടിയും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് മുന്നോടിയായി കുട്ടികളുടെ കവിതാലാപനവും നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം CP മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ നയനാദാസ്, അഡ്വക്കേറ്റ് സുരേഷ് M കുമാർ, PTA പ്രസിഡന്റ് റംല ഇബ്രാഹിം, PTA അംഗം KA യൂസഫ്, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ, ഇരമല്ലൂർ ലൈബ്രറി പ്രസിഡന്റ് MM കുഞ്ഞുമൈദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.